അയ്യോ ക്ഷീണിച്ച്. അപ്പോ അങ്ങനെ ഒലക്ക കിട്ടി. മരുന്നെടുത്തോണ്ട് വരാൻ. ഞാൻ പോയി എടുക്കണോ? എനിക്കൊന്നും പറ്റില്ലേ? എന്താ എന്താ എന്താന്ന് ഒരല് അതിന് കഴുകണ്ടേ? കഴുകുന്നങ്ങോട് കഴുക. എനിക്ക് നടുപാടില്ലല്ലോ. അതിനാണ് എന്നെ വിളിച്ചോണ്ട് വന്നേ. എനിക്ക് ഏതാണ്ട് തരാന്നും പറഞ്ഞ ആളെ കൊണ്ടുവന്നേ. തരും. ഒരച്ചങ്ങ് കഴുകു മോളെ. നാത്തൂനാ പറഞ്ഞോ. നാത്തൂമാര് പറഞ്ഞ അനുസരിക്കാൻ ഭയങ്കര. ഞാൻ കേസ് എടുക്കും. എന്റെ അടുത്ത് നാത്തൂൻ പോലെ എടുക്കാന്ന്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാ ചെയ്യാം. ഇപ്പൊ നമ്മുടെ മുത്തങ്ങ് കഴുകി വെള്ളമെങ്കിലും ഒഴിച്ചു തരുമോ? അത് ഞാൻ ഒഴിച്ചു തരാം. മേത്ത് വീണെന്ന് പറയോ? അല്ല വേണ്ട, ഞാൻ സഹായിക്കാട്ടാ. അയ്യോ അയ്യോ നോവൂ. കല്ല് തേഞ്ഞു പതുക്കെ. എനിക്ക് ദേഷ്യം വരൂട്ടാ. ഒരു എന്താ അറിയാൻ പാടില്ല. വെറുതെ നടക്കുക. ഇതൊന്ന് വെട്ടി തന്നെ. അതങ്ങനെ ചെയ്യണ്ടേ. അവിടെ ഇരിക്കുന്നേ എല്ലാം നിക്കണം. അവിടെ ഇരിക്കുന്നേ. ആദ്യം ഒരു പണി എടുക്കണമെങ്കിൽ അത് എടുക്കാൻ പാകത്തിന് ചെയ്യണം. എനിക്ക് നടുവേനാന്ന്. എനിക്കും കൂടെ ഇത്തിരി മരുന്ന് വേണം. ഇതിന് തുള്ളി തരുന്നില്ല. എനിക്കൂടെ ഇച്ചിരി മരുന്ന് വേണം. എന്റെ കെട്ടിയാനോട് പോയി പറ. ഇതറിഞ്ഞാണെങ്കിൽ ഒരിലും കൂടി അവിടെ നിർത്തുകൊണ്ട് വരായിരുന്നു. കഴുകി വരണ്ടേ. എവിടുന്ന്? അവരെ വീട്ടിൽ നിന്ന്. ഒരു ചിരട്ട കിട്ടും മോളെ. എന്തിന്? ഇതേ ഇത് കോരിക്കളയണ്ടേ? എടി ഒന്ന് മുറുക്ക കാണിക്കണേ. മതിയോ? അങ്ങനെ കൂടി ചെയ്യും കൂടെ. അനങ്ങട്ടെ അങ്ങോട്ട്. നീ കൈ മാറ്റിക്ക്. ഇവിടെ ആരൊരയ്ക്കും? ഞാൻ വീട് പോകുന്നു. ഒരയ്ക്കങ്ങോട്ട്. ഞാൻ ഒരു ചിരട്ട കിട്ടുമോ നോക്കട്ടെ. ചിരട്ടൊന്നും കിട്ടില്ല. ഇത് കൊരണ്ടേ? ഞാൻ കാണിച്ചേ. ചിരട്ട ഉണ്ടായില്ല ഈശ്വരാ. അയ്യോ എന്റെ വീട്ടിൽ ആരാണ്ട് വന്ന് വണ്ടിയുടെ ഒച്ചയിട്ട്. ആരാ? രക്ഷപ്പെട്ട്. ആരാ ആരാ ആരാടി? ഇത് തന്നെയാടേ വീട്? ആ ചേട്ടൻ ഇതൊന്നല്ലേ പറഞ്ഞേ? ചേച്ചി ചേച്ചി. നമ്മളാ അഴകേശൻ ചേട്ടൻ തന്നു വിട്ടാണിത്. എന്താടി? അമ്മാവും കൊടുത്തു വിട്ടേക്കണ. അയ്യോ ഒലക്ക. എന്താ പിടിച്ചോ? ഇത് ഇവിടെ കിട്ടിയായിരുന്നു. അപ്പൊ ഇത് കൊണ്ടുവയ്ക്കോ? തിരിച്ചു കൊണ്ടുപോവാനാ? നമ്മൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോ തന്നു വിട്ടാണ്. അതുകൊണ്ട് വന്നേ. അതെ. എന്നാ പിന്നെ ഇത് ഇവിടെ ഇരുന്നോട്ടെ. അമ്മാവൻ വരുമ്പോ കൊണ്ടുപോകും. അമ്മാവൻ വീട്ടിലുണ്ട്. തന്നു വിടുന്ന് പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. വേറെ കിട്ടിയാലൊക്ക. അപ്പൊ നമ്മള് പോവാണ്. ആ ശരി. വലിയ ഉപകാരം കേട്ടാ. ശരി. മക്കൾ അവിടെ ഉള്ളതാ? അവിടെ വീട്ടിന്റെ അടുത്തുള്ള. സ്റ്റാർട്ട് ചെയ്ത് എറേ. കള്ളണോ? വേണ്ട, സ്റ്റാർട്ട് ആവും. ആന പോലത്തെ സ്കൂട്ടർ. ഇനിയിപ്പോ ഇതെന്ത് ചെയ്യും? കൊള്ളാലേ. ഒലിക്കനൊക്കെ പറയുമ്പോ ഇത്രയും വേണ്ടേ? ഓ അവിടുന്ന് എടി ഒരല് ഇത്രയും വരൂലടി കുട്ടിക്കാളി. എന്തെങ്കിലും ആവട്ടെ. അമ്മേ ഇടിച്ച്. ഇതെന്താ? നീ വാങ്ങൂലെന്നല്ലേ പറഞ്ഞേ? ഈ ഒലക്കയല്ല ശരിക്കും. നാത്തൂന് വേറൊരു ഒലക്ക അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ അമ്മാവും കൊടുത്തു വിട്ട ഒലക്ക. ഏട്ടനും ഒലക്ക ഉണ്ടെന്നല്ലേ? അറിയാമോ? ഞാനും കൊറേ അന്വേഷിച്ചു. ഈ വീടുകളിൽ മുഴുവൻ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എനിക്ക് മറ്റേ ഒലക്ക കിട്ടിയത്. അത് കഴിഞ്ഞപ്പോ ഞാൻ അതിനു മുമ്പേ അമ്മാവനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒലക്ക അയച്ചു തന്നു. ഈ ഒലക്ക ഒരു കൊടുത്തു വിട്ടു. ഒലക്ക വാങ്ങിക്കാൻ വേണ്ടിട്ട് അമ്മാവനോടും പറഞ്ഞ? എടി ഇവിടെ ഒരു ഒലക്ക വാങ്ങണ നിനക്ക് അത് ക്ലീറ്റസിനോട് പറയാം, അല്ലെങ്കിൽ അത് എന്നോട് പറയാം. ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞില്ലേ. അപ്പൊ നീ എന്താ പറഞ്ഞേ? മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? നോക്കട്ടെ എന്നൊരു വാക്ക് നീ പറഞ്ഞിട്ടില്ല. നോണ പറയരുത്. പച്ചക്കള്ളം. 3 ഒലക്കയാ? അയ്യോ, സാധനങ്ങളൊക്കെ എന്താ വേണ്ടത് എനിക്കറിയില്ല. പുതിയത് മേടിച്ചെന്തിനാ? പഴയത് മതിയായിരുന്നല്ലോ. പഴയതൊന്നും ഇപ്പൊ ഒരു വീട്ടിലും ഇല്ല. എവിടെയാണ് ഇപ്പൊ വരലുള്ളത്? ഇതിപ്പോ 3-4 മാർക്കറ്റിൽ പോയി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയതാണ്. പഴയ സ്റ്റോക്കാറ്റാണത്.
ഇതിനു വേണ്ടി പെട്രോൾ എത്ര ചെലവായി നിനക്ക്? ഒരു 750 രൂപയും ചെലവായി. പൈസ ഞാൻ തരാം, ഇനി അതിന് വഴക്കിടുന്നു. പൈസ നീ തരണം. പൈസ വേണമല്ലെങ്കിൽ ഏട്ടാ അത് ഇവിടെ വച്ചേക്ക, ഇനി ആവശ്യം വരുമ്പോ എടുക്കാലോ. ഇനി എന്താ ആവശ്യം ഇതുകൊണ്ട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ആവശ്യമുണ്ട്. ഇതുകൊണ്ട് അവൻ ഇടങ്ങേറുണ്ടാക്കുമ്പോ അവന്റെ മുട്ടുകാലി എല്ലാം ഓടിക്കാം ക്ലീറ്റസിന്റെ. തീരെ പാട്ടിന് പോകും. ഇവിടെ എന്താ അറിയോ, ഇവിടെ ഈ വക പരിപാടികൾ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ആ ഒലക്ക കൊടുക്കണം. ഏട്ടാ ഒരൊലക്ക മേടിച്ചാൽ ഇങ്ങനെ ദേഷ്യപ്പെടണോ? ഓലക്കട മൂട് ഒരൊലക്കയ്ക്ക് വേണ്ടി എല്ലാവരോടും പറഞ്ഞിട്ട് ഈ വീടുള്ള ഒലക്ക മുഴുവനെ കളക്ട് ചെയ്തോണ്ടിരിക്കടി നീ. കൊടുത്താലുണ്ടല്ലോ നിനക്ക് മേടിച്ചെങ്കിൽ എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു അപ്പൊ? ആ വേഗം കൊണ്ടുപോവാ. അതൊന്നും നീ ഒളിപ്പിച്ച് വെച്ചേക്കണേ. അത് ഒലക്കല്ലേ? എവിടെന്നത്? അത് അമ്മാവൻ കൊടുത്തു വിട്ടതാ. അമ്മാവനാ? അമ്മാവൻ എന്തിനാ കൊടുത്തു വിട്ട? അമ്മാവനോട് ആര് പറഞ്ഞു ഒലക്ക വേണമെന്ന്? അമ്മാവൻ കൊടുത്തു വിട്ടാൽ മാത്രമൊന്നുമല്ല, ഞാനൊരൊലക്ക വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇത് അവിടെ കിടക്കണം. പിന്നെ ഇവിടെ അത് വേറെ ഇവിടെ നിന്നൊക്കെ തണ്ടി പിടിച്ചിട്ട് വേറെ ഒലക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അത് വീടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം മൊത്തം 4 ഒലക്ക. തങ്കം, നിനക്ക് സത്യത്തിൽ എത്ര ഒലക്കയുടെ ആവശ്യം ഉണ്ടായിരുന്നു? പിന്നെ എന്തിനാണ് ഈ കണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു നിനക്ക് ഒലക്ക വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് മേടിച്ചോണ്ടിരുന്ന അറിയില്ലേ? ഞാൻ ക്ലീറ്റോനോടും കനനോടും മാറി മാറി പറഞ്ഞല്ലേ, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ മേടിക്കൂലെന്ന്? പിന്നെ പറഞ്ഞ ഉടനെ മേടിക്കാൻ പറ്റിയ സാധനമല്ലേ? ആണുങ്ങളുടെ കയ്യിൽ കാശ് വരണം, കാശ് വരുമ്പോഴേ ഇത് മേടിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ അമ്മാവനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അമ്മാവനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി നോക്കിയത്. എന്റെ പൊന്നളിയ, നീ ഒലക്ക വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിത് വാങ്ങിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവളത് ഒലക്ക വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ ശരി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നിനക്ക് എന്തായിരുന്നു കുഴപ്പം? എന്റെ അളിയ, ഇത് പറഞ്ഞ ഉടനെ വാങ്ങാൻ പറ്റുന്ന സാധനമാണ് ഇത്. പൈസ വേണ്ട കയ്യിൽ. പൈസ ഒപ്പിച്ചിട്ട് അത് ഉള്ള സ്ഥലത്ത് പോയി തപ്പി പിടിച്ച് മേടിച്ചിട്ടല്ലേ വരാൻ പറ്റൂ. അല്ല നീ ഇതെന്താണ്? നിനക്കിത് വാങ്ങണതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ? ഞാൻ എന്തിനാണ് നിന്നെ വിളിക്കണത്? നീ വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാങ്ങിക്കണ്ടേ? അല്ല നീ വാങ്ങിക്കാന്ന് ഏറ്റിട്ടാണ് ഇവിടുന്ന് പോയത് അല്ലല്ലോ? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ നിന്റെ അടുത്ത്? നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ? ഒലക്ക വിഴിഞ്ഞോളം അവിടെ നിൽക്കണമുണ്ടില്ലേ? 3 ദിവസം കാണിച്ചിട്ട് ഇനി വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടോടി? പിന്നെ ഒന്ന് അമ്മയെ വിളിക്കുവോ വേഗം? അമ്മ ഗുരുവായൂർ പോയിട്ട് വന്ന വഴി എങ്ങാനും ഒലക്ക കണ്ടാ ചിലപ്പോ മേടിക്കും. അത് വിളി പറഞ്ഞ ഐഡിയ. ഓ എന്റെ അളിയ ഒന്ന് അടുത്ത് വെച്ച് വിളിച്ചളിയാ. എന്തൊരു കഷ്ടം. അമ്മയുടെ അടുത്ത് ഒലക്ക എല്ലാം മന്ദബുദ്ധിയായി പോയല്ലോ. അതെ, നിങ്ങളൊക്കെ വേണ്ട പണി എന്താണെന്നറിയോ? ഒലക്ക വിഴിഞ്ഞ പോലെ നിക്കണില്ല അവള്. ഉണ്ടാ വല്ല അമ്മ, ആ അമ്മ ഒലക്ക വാങ്ങിക്കണ്ടേട്ടാ. 4 ഇവിടെ ഉണ്ടെന്ന് പറ. അമ്മ എന്താണ്? ആ ആ ആ ആ ശരി ശരി, സമാധാനമായി. അമ്മയെങ്കിലും വാങ്ങിയില്ലല്ലോ. ഓക്കെ. ആ അതുമായിട്ട് വേഗം ഇങ്ങ് വാ. അമ്മ 2 ഒലക്ക വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരാൾക്ക് 1 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവര് നമ്മൾ തല്ലാവൂലേ? അപ്പോൾ ഒരാൾക്ക് 1, മറ്റാൾക്ക് വേറെ 1. നന്നായി. അപ്പൊ ഇപ്പൊ മൊത്തം 6 ഒലക്ക അമ്മ കൊണ്ടുവരാനായിട്ട് ചേർത്ത്. ഭയങ്കര സംഭവമാണ്. ഒലക്ക വിഴിഞ്ഞാൽ അവള് നിൽക്കണത് കണ്ടില്ലേ? എന്താണ് ഈ ഒലക്ക വെച്ചുള്ള പരിപാടി? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് ഞാൻ നടരാജന്റെ കയ്യിൽ നിന്ന് 500 രൂപ കടം മേടിച്ച് വാങ്ങിച്ച ഒലക്കാണ്. എനിക്ക് എന്റെ പൈസ കിട്ടണം. ആ നിനക്ക് പൈസ, നിനക്ക് ഒലക്കട മൂട് കിട്ടും. ഇതൊരു കാര്യം ചെയ്യടി, ആ ഒലക്ക 6 എണ്ണം ആ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടിട്ടുണ്ട്. നിരത്തി കുഴിച്ചിട്. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ബോർഡും വെക്കി. ഒലക്ക വിൽപ്പനയ്ക്ക്. ഒലക്ക വിൽപ്പനയ്ക്ക് എന്നല്ല, ഒലക്ക ഈ വീടിന്റെ ഐശ്വര്യം. എങ്ങനെ ഉണ്ടാവും?